ഗുഡ് മോർണിംഗ്. വളരെ മഹത്തായ ഒരു സുപ്രഭാതം നമുക്ക് സമ്മാനിച്ച പ്രകൃതിയോടും അതുപോലെ തന്നെ നമ്മളെ എല്ലാവർക്കും ഇന്നിവിടെ ഒത്തുചേരാനായിട്ട് നമുക്ക് അവസരം കിട്ടുന്ന നമ്മുടെ സർവാധിപതിയായ നമ്മുടെ സാഗർ ജോഷി സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പ്രോഗ്രാം വളരെയധികം ഫലവത്തായി മാറണേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. എല്ലാവരും ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കും. ഓക്കെ, താങ്ക് യു. ഏതായാലും നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ പല മേഖലകളിൽ, പല സംസ്ഥാനങ്ങളിൽ, പല രാജ്യങ്ങളിൽ നിന്ന് വരെയും ആളുകൾ ഈ പ്രോഗ്രാം ഇന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് എല്ലാം ഒരേ ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ? കാരണം നമ്മളെല്ലാവരും ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റിന്റെ റിസൾട്ടിന്റെ പിൻബലത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേരാനായിട്ട് കാരണമായത്, ശരിയല്ലേ? അപ്പോ അത്തരത്തിലുള്ള പ്രോഡക്റ്റ് എന്നിൽ വരുത്തിയ മാറ്റമാണ് ഞാൻ KSEBിൽ എൻ്റെ പേര് തമന്നാണ്. സ്വദേശം എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങിയാണ്. അറിയാത്തവർക്ക് വേണ്ടി ഒരു കൂടി പരിചയപ്പെടുത്തുകയാണ്. ഞാൻ 26 വർഷം KSEBിൽ ജോലി ചെയ്ത് സബ് എഞ്ചിനീയർ റിട്ടയർ ചെയ്തതാണ്. റിട്ടയർ ചെയ്യുന്ന സമയത്ത് കോവിഡിന്റെ അതിപ്രസരം ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു, 2.5 വർഷം മുമ്പ്. അന്ന് കോവിഡ് ഓഫീസിൽ എല്ലാവരെയും കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുപ്പിച്ചു. എനിക്ക് മാത്രം കിട്ടിയില്ല. അവസാനം ഞാൻ റിക്വസ്റ്റ് ചെയ്ത് വാക്സിനേഷൻ എടുത്തിട്ട് അതിന്റെ പരിണിത ഫലമായിട്ട് എനിക്ക് കാർഡിയാക് ബ്ലോക്ക് ഉണ്ടായി. 2 പ്രാവശ്യം അറ്റാക്ക് കൊണ്ട് നിലത്ത് വീണ ആളാണ്. പക്ഷെ എനിക്ക് അറിയാൻ പറ്റില്ല ഇത് അറ്റാക്കിന്റെ ലക്ഷണമാണ്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറ്റാക്ക് ആണെന്ന് മനസ്സിലായത്. അപ്പൊ പലരും എന്നോട് പറഞ്ഞ് സർജറി ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു. എന്നാൽ പോലും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു ഒപ്പീനിയൻ കേട്ടു. അദ്ദേഹം പറഞ്ഞ് ഒരു അടിപൊളി ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അത് ഞാൻ തരാം, നിങ്ങൾ അത് ഉപയോഗിക്ക്, മരുന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി വന്നു. ഞാൻ ഈ ഫോൺ വൈഫിന്റെ കൊടുത്തപ്പോൾ വൈഫ് പറഞ്ഞ് വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ വീണതൊക്കെ കണ്ടത് ഞങ്ങളാണ്, അത് ഇതൊന്നും വാങ്ങിക്കണ്ട, നമുക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് പോവാം. അങ്ങനെ ആൻജിയോ ബ്ലാസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് പോരുമ്പോ 1 ലക്ഷത്തി, ഇന്ന് 2.5 ലക്ഷം രൂപയാണ് കേട്ടോ, 1,78,000 രൂപയായി ഹോസ്പിറ്റലിൽ. എൻ്റെ ആണെങ്കിൽ എല്ലാം തപ്പിപ്പെറുക്കിയിട്ട് ഒരു 1.5 ലക്ഷം രൂപയെ കാണുന്നുള്ളൂ. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചില്ല, ഒരു 20,000 രൂപ കിട്ടിയെങ്കിൽ വളരെ ഉപകാരമായിരുന്നു, ഞാൻ ഡിസ്ചാർജ് ആയി പോയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം 22,000 രൂപയും ഒരു മാട്രസ് പാഡിന്റെ പാക്കേജും കൊണ്ടുവന്ന് തന്നു. സുഹൃത്തുക്കളെ, മനസ്സിനോട് ഉപയോഗിച്ചാണെങ്കിൽ അത്ഭുതം എന്ന് പറയട്ടെ, ഒരാഴ്ച കൊണ്ട് എനിക്ക് ഭയങ്കരമായ റിസൾട്ട് കിട്ടി. എന്നോട് ഡോക്ടർ പറഞ്ഞ് വീടിനകത്ത് തന്നെ നടന്നാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് 120 മീറ്റർ ഉണ്ട് നടക്കാൻ. അത് 2 തവണ നടന്നു. 2 തവണ നടന്നിട്ട് വന്നു. പിറ്റേ ദിവസം അതുപോലെ 2 തവണ നടന്നു. 3-4 ദിവസം 1/2 കിലോമീറ്റർ വീതം ഞാൻ നടന്നു. 5-ാമത്തെ ദിവസം ഞാൻ 2.5 കിലോമീറ്റർ നടക്കാൻ പറ്റി. അങ്ങനെ ഡേ ബൈ ഡേ എന്റെ നടപ്പിന്റെ അകലം കൂട്ടി. അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ സൈക്കിളിലായി. അങ്ങനെ 10-17 കിലോമീറ്റർ ചവിട്ടാറായപ്പോ 15-ാമത്തെ ദിവസം ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി തൃശ്ശൂർ പോകണ്ടായി വന്നു. വണ്ടിയെടുത്ത് കാറ് സെൽഫ് ഡ്രൈവ് ചെയ്ത് എന്റെ 2 സുഹൃത്തുക്കളെയും കയറ്റി തൃശ്ശൂർ വരെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പൊ എനിക്ക് 100% കോൺഫിഡൻസ് ആയി, ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ മരുന്ന് കഴിക്കുമ്പോ എനിക്ക് ഭയങ്കര പാളിച്ചയും തലകറക്കവും എന്തെന്നില്ലാത്ത പരിഭ്രമവും ഉണ്ടായി. വെള്ളം കുടിച്ചാലും ഹാർട്ട് ഇങ്ങനെ ടപ്പടപ്പടപ്പാന്ന് ഇരിക്കുന്ന പോലെ തോന്നുമായിരുന്നു. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം പോയി. ഞാനും വൈഫും കൂടി പോയി. വൈഫിനാണെങ്കിൽ എലി ചതഞ്ഞ് കിടക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ ആ സമയമല്ലേ, തെന്നി വീണിട്ട് ഗ്രാനൈറ്റിന്റെ മൂലയ്ക്ക് വീണിട്ട് അത് എലി ചതഞ്ഞ് ബ്ലഡ് ക്ലോട്ടായി കിടക്കുകയായിരുന്നു. ഡോക്ടർമാര് അന്ന് ആദ്യം പോയി കണ്ടപ്പോഴേ ഡോക്ടർ പറഞ്ഞു, ഇത് ശ്രദ്ധിക്കണം, തൈറോയ്ഡ് ഉള്ളവർക്ക് ക്യാൻസറസ് ആകാൻ സാധ്യതയുള്ളതാണ്, അതുകൊണ്ട് വളരെ പരമാവധി ശ്രദ്ധിക്കണം, അത് ഇൻഫെക്ഷൻ ആകാൻ നോക്കണം എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഞങ്ങള് 2 പേരും ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോ അങ്ങനെ ഒരു സംഭവം അവർക്ക് അവിടെ ഇല്ല. അതെല്ലാം ഓപ്പൺ ആയി പോയി. കാരണം കഴിഞ്ഞ 10-16 ദിവസമായിട്ട് ഞങ്ങൾ ഈ മാട്രസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്ലോട്ടായി കിടന്ന ബ്ലഡ് എല്ലാം ഓപ്പൺ ആയി പോയി, ആ ഭാഗം ക്ലിയർ ആയി പോയി. അപ്പൊ തന്നെ എനിക്ക് നല്ല വിശ്വാസമായി. പിന്നെ എനിക്ക് ഗുളികളെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല, കാരണം മുമ്പേ ഒരു പാരസെറ്റമോൾ മേടിച്ച മെഡിക്കൽ എക്സ്പീരിയൻസ് പോലും എനിക്കില്ലാത്ത ആളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഈ ഗുളിയെ എനിക്കൊന്ന് ഒഴിവാക്കി തരണം. ഇക്കോസ്പിരിൻ എന്ന് പറഞ്ഞ ഗുളികയാണ്. ഇക്കോസ്പിരിൻ ഗുളിയെ എനിക്കൊന്ന് ഒഴിവാക്കി തരണം, അത് കഴിച്ചിട്ട് എനിക്ക് എന്തോ കീഴ്മേൽ മറിയുന്ന പോലെ തോന്നുന്നു വയറ്റില്.
അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് ഒഴിവാക്കാൻ പറ്റില്ല, ഇത് ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറക്കുന്ന ടാബ്ലറ്റ് ആണ്, തിന്നാക്കുന്ന ടാബ്ലറ്റ് ആണ്, അത് കഴിച്ചില്ലെങ്കിൽ ആള് മരിച്ചു പോകും. എന്റെ സഹോദരിയും പറഞ്ഞു ഞാൻ ഗുളിക കഴിക്കാതിരിക്കില്ല കേട്ടാ, ആള് തീർന്നു പോകുന്നു പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ ചെന്നിരിക്കുന്നത് 5 ദിവസം ഇത് കഴിക്കാതെയാണ് എന്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു സാറേ ഞാൻ 5 ദിവസമായിട്ട് ഇത് കഴിച്ചിട്ടില്ല എന്നാണ്. എന്നാ അങ്ങനെയാണെങ്കിൽ ഒരു പണി 2 ദിവസം കൂടുമ്പോ നിങ്ങൾ കഴിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു സാറേ എനിക്കിത് കഴിക്കുമ്പോ ഇല്ലാത്ത പരിഭ്രമമാണ്, വല്ലാത്ത പരിഭ്രമമാണെന്ന്. അങ്ങനെ ആ ഒരു മാസത്തെ ഗുളിക വാങ്ങിയിട്ട് 3300 രൂപയുടെ ഗുളിക വാങ്ങി അത് തീരുന്നത് ഒരു മാസം 2 ആഴ്ച അത് ഉപയോഗിച്ചു. അത് തീർന്ന് ഞാൻ നിർത്തിയിട്ട് പിന്നെ ഇതുവരെ ഞാൻ മെഡിസിനേ ഉപയോഗിച്ചിട്ടില്ല കാർഡിയാക്കിന്. അന്ന് എനിക്ക് ഉണ്ടായിരുന്ന ഷുഗർ ലെവൽ എന്ന് പറഞ്ഞാൽ 380 ആയിരുന്നു. അവിടുന്ന് ഹോസ്പിറ്റലിലെ മരുന്ന് കഴിച്ച് പോന്ന സമയത്ത് അത് വീട്ടിൽ വന്നപ്പോൾ 360 ആയിട്ട് കുറവായിരുന്നു. വീണ്ടും ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്യും. ഒരു നവംബർ മാസത്തിൽ ഉപയോഗിക്കുന്നു. ഡിസംബർ 22-ാം തീയതി പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, എന്റെ റിസൾട്ട് കയ്യിലുണ്ട്. എല്ലാവരും ഞാനത് കാണിച്ചിട്ടുള്ളതാണ്. അത് 329 ആയിട്ട് കുറഞ്ഞു. അന്ന് ഞാൻ ഡയബറ്റിക്കിന്റെ ഗുളിക ഒഴിവാക്കിയ പല പ്രാവശ്യവും പല ടെസ്റ്റുകളും പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് നടത്തിയപ്പോഴെല്ലാം ഷുഗർ ലെവൽ നോർമലാണ്. ഷുഗർ ലെവൽ നോർമൽ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മറ്റു ഗുളികളൊന്നും ഉപയോഗിച്ചിട്ടുമില്ല, അതെല്ലാം ഒഴിവാക്കിയത്. റീസെന്റ്ലി ഈ കഴിഞ്ഞ ഇടയിൽ എനിക്ക് ശരീരത്തൊരു നിർദോഷം വന്നപ്പോൾ ഞാൻ വീണ്ടും പകച്ചുപോയി. എന്താണ് ശരീരത്തിൽ കൈക്കൊക്കെ ഭയങ്കര വേദന. അവസാനം എറണാകുളം BOP നടന്ന സമയത്ത്, ഈ കഴിഞ്ഞ ദിവസമല്ല അതിനു മുൻപ് 2 മാസം മുമ്പ് BOP നടന്ന സമയത്ത് ഞാൻ BOP അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഷോൾഡർ വേദനയാണ്. ഞാൻ കൂടെ ഇരുന്നവരോട് പറഞ്ഞു എനിക്ക് എന്തോ ശരീരവേദന ഉണ്ട്, എന്താ പ്രശ്നം അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ കൂടെയുള്ളവര് സാറേ ബയോട്ടോറിയത്തിന് ചീത്തപ്പേരുണ്ടാക്കലേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ബയോട്ടോറിയം ഉപയോഗിക്കുന്നതിനും വല്ല അറ്റാക്ക് പോകുന്ന പ്രശ്നമല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് വൈഫിന്റെ കുട്ടികളുടെ നിർബന്ധത്തിൽ ഞാൻ മോനെ കൂട്ടി പോയി ടെസ്റ്റ് ചെയ്തപ്പോ എല്ലാം നോർമലാണ്. ECG നോർമലാണ്, ബ്ലഡ് ഷുഗർ നോർമലാണ്. ബ്ലഡ് ഷുഗർ 140 ഉണ്ടായിരുന്നു. കാരണം അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ച ഉടനെയാണ് പോയത്. ഒരു അരമുക്കാൽ മണിക്കൂർ 1 മണിക്കൂർ ഇടയിലാണ് പോയി ടെസ്റ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഷുഗർ ലെവല് 140 ആയിരുന്നു. ബാക്കി എല്ലാം കറക്റ്റ് ആയിരുന്നു. അന്നും ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു, നിങ്ങൾ കാർഡിയാക്കിന്റെ ഗുളിക കഴിക്കണം. ഞാൻ പറഞ്ഞു സാറ് ഞാൻ എന്തിനാ കഴിക്കുന്നത്. ഞാൻ അവസാനം എന്ത് ചെയ്തു, തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ശരീരത്തെ നീർക്കെട്ട് പോകാനുള്ള ഒരു ഗുളിക വാങ്ങിച്ചുകൊണ്ട് കഴിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് എല്ലാ കാര്യങ്ങളും വേണം. ഭയങ്കരമായ റിസൾട്ടാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ മാസം ഞാൻ കൊടുത്തിട്ട് എന്റെ ചേട്ടന്റെ സുഹൃത്തിന്റെ അനുജന് യാദൃശ്യമായി കാണുക. പുള്ളി ഒരു RCM ഡിസ്ട്രിബ്യൂട്ടറാണ്. പുള്ളി RCM ഷോപ്പിന്റെ മുമ്പിലേക്ക് ഞാൻ അതിനോട് യാദൃശ്യമായി പാസ് ചെയ്ത്. അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ച് പരിചയപ്പെട്ട് ചോദിച്ചാൽ എന്തൊക്കെയാണ് വിഷയം. അപ്പൊ നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഞാൻ ഒരു സാധനം മാർക്കറ്റ് ചെയ്യാണ്. ഇതെന്താണ് കൈ കെട്ടിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു ഭാഗമാണ്. എന്റെ റിസ്റ്റ് ബാൻഡ് അപ്പോഴും കയ്യിലുണ്ട്. അപ്പോ ഇത് അതിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ റിസ്റ്റ് ബാൻഡ് പൊന്തിച്ച് കയ്യിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിനടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇത് അടിപൊളി എന്റെ ജീവൻ രക്ഷാ സാധനമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാന്ന് തൊട്ടപ്പുറത്ത് മാറ്റി നിർത്തിയിട്ട് പുള്ളിനെ ഡെമോ ചെയ്തു. ഇത് കൊള്ളാമല്ലോടെ, സാധനം കൊള്ളാം, അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് വൈഫിന് ഒരെണ്ണം വേണം. വൈഫിന് ഭയങ്കര നടുവേനക്കൊക്കെ പറ്റില്ല, നടുവേനക്ക് ഉഗ്രാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിറ്റത്തെ ആഴ്ച പുള്ളിക്ക് ഒരെണ്ണം കൊണ്ടുപോയി കൊടുത്തു. കൊടുത്തിട്ട് പുള്ളി പൈസയൊക്കെ അപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്ത് തന്നു. പിറ്റേ ദിവസം ഞാനൊരു മീറ്റിംഗിലേക്ക് പോകുമ്പോൾ പുള്ളി വിളിച്ചിരിക്കുകയാണ്. സാധനം അത് അടിപൊളിയാണ് കേട്ടോ, നീ ഒരു പണി ഒരെണ്ണം ചേട്ടന് കൊണ്ടേ കൊടുത്തത്. അപ്പൊ കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ ചേട്ടനുണ്ട്. അദ്ദേഹമാണെങ്കിൽ അരക്ക് താഴത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ മരണം മുഖാമുഖം കണ്ട ആളാണ്. അപ്പോ അവിടെ എന്തോ സർജറിക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത ഞരമ്പിന്റെ അതിലൂടെ പ്രഷറിൽ ബ്ലഡ് പുറത്തേക്ക് ചീറ്റ് ചെയ്ത് കാരണം പുള്ളി രക്ഷപ്പെട്ടു പോയത്. അപ്പൊ അദ്ദേഹത്തിന് ഇത് കൊണ്ടേ കൊടുക്കുന്നു. അദ്ദേഹത്തിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് അദ്ദേഹം ഇത് വാങ്ങിച്ച് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന് 3 ആഴ്ചയായി. അപ്പൊ ഇന്നലെ ആദർശീയമായിട്ട് ഈ സുഖവിവരം അന്വേഷിക്കാൻ ജോയിച്ചേട്ടന്റെ വീട്ടിൽ ചെന്നു. ജോയിച്ചേട്ടന്റെ വീട്ടിൽ ചെന്നപ്പോ ജോയിച്ചേട്ടൻ പറഞ്ഞു, എടാ സാധനം ഉഗ്രണ്ടായി, എന്റെ ഷുഗർ ലെവലൊക്കെ എല്ലാം നോർമലായി പോയി, നീ ബുക്കൊരെണ്ണം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചിയോട് പറഞ്ഞു, ചേട്ടനൊന്ന് പൈസ ഇല്ലാഞ്ഞിട്ട് സ്വർണ്ണമോതിരം പണയം വെച്ചിട്ടാണ് ഇത് മേടിച്ചത്, എനിക്കറിയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടി മേടിപ്പിച്ചാണ്, ചേട്ടനൊന്ന് ടെസ്റ്റ് ഡോസ് ചെയ്യാൻ മേടിച്ചാൽ. അപ്പൊ അവർ ഉത്തമ ഒരു പണി, തിങ്കളാഴ്ച ഒരെണ്ണം കൂടി കൊണ്ടുവരുന്നു. അപ്പൊ തിങ്കളാഴ്ച, അതായത് നാളെ ഒരെണ്ണം കൂടി കൊണ്ടുപോയി കൊടുക്കണം. അതാണ് ഇതിന്റെ റിസൾട്ട്. സുഹൃത്തുക്കളെ, ഇതേപോലെ നിരവധി റിസൾട്ടുകൾ നമുക്ക് പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ഇവിടെ ഒന്ന് പറയുമ്പോഴാണ് ഈ പ്രോഡക്റ്റിന്റെ മഹിമ ജനങ്ങൾ മനസ്സിലാക്കുന്നത്, പൊതുജനം മനസ്സിലാക്കുന്നത്, ലോകം അറിയുന്നത്.
നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ്. നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഏതൊരു കച്ചവടക്കാർ, നമ്മളെല്ലാവരും സെയിൽസ്മാൻമാരാണ്. പക്ഷെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ആണ് ബേസ്. പ്രോഡക്റ്റ് നഷ്ടപ്പെട്ടാൽ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ഒരു വാല്യൂ ഇല്ലാത്ത ഒരു തല്ലിപ്പൊളി പ്രോഡക്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിലോ. ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ ഇഷ്ടം പോലെ ഉണ്ട്. ചില കമ്പനികൾക്ക് പ്ലാൻ നല്ല അടിപൊളിയായിരിക്കും, പ്രോഡക്റ്റ് ഒന്നിനും കൂടുതലായിരിക്കും. ചിലർക്ക് പ്രോഡക്റ്റ് നല്ലതായിരിക്കും, പ്ലാൻ ചിലപ്പോൾ ഒന്നിനും കൂടുതലായിരിക്കും. പക്ഷെ ഇത് പ്രോഡക്റ്റ് വൈസും പ്ലാൻ വൈസും എക്സലന്റ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നമ്മൾ വരാൻ കഴിയുന്നത് നമ്മൾ വളരെ ഭാഗ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് പരമാവധി എല്ലാവരും വീണ്ടും വീണ്ടും പ്രോജക്റ്റ് ചെയ്ത് ഇതിന്റെ മഹിമ നാട്ടുകാരിലേക്ക് എത്തിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക. സീമോർ പീപ്പിൾ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു തിയറിയാണ്. മനോജ് സാർ എപ്പോഴും ആവർത്തിച്ച് പറയുന്നതാണ്. അപ്പൊ അത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും റിസൾട്ട് പറയുക. സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എല്ലാവരും 1 by 1 ആയിട്ട് പറയുക. ആദ്യമായി വരുന്ന ആളാരാണ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, നമുക്ക് സംസാരിക്കാം. ഓക്കെ, പ്ലീസ്. എന്റെ പേര് രമണി, കോട്ടയം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഒരു നമസ്കാരം. എന്റെ പേര് രമണി. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. പറഞ്ഞോളൂ. എനിക്ക് റിസൾട്ട് കിട്ടിയത് എന്നെ ആരും കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചതല്ല. എനിക്കിങ്ങനെ വർഷങ്ങളായിട്ട് മേൽവേദനയും ഷുഗറും കിഡ്നി സ്റ്റോണും ഫാറ്റി ലിവറും ആയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് വെറുതെ ഇരിക്കുക, തൈല് പിടിക്കാൻ പോയേക്കാന്നൊക്കെ ഓർത്ത് തൈല് പിടിക്കാൻ ചെന്നപ്പോ ആ പുള്ളിക്കാരുടെ കയ്യിൽ ഇങ്ങനെ റിസ്റ്റ് വാച്ച് കണ്ടപ്പോ ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരിക്ക് സ്ട്രോക്ക് വന്ന് തളർന്നു പോയതായിരുന്നു ചേച്ചി. അപ്പൊ ഞാനിത് ഉപയോഗിച്ച് 2 മാസം കഴിഞ്ഞപ്പോ ഞാൻ ഏറ്റു വന്നിരുന്ന് സുഖമായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നോട്. അപ്പൊ അത് കേട്ടപ്പോ ഞാൻ അവരോട് പറഞ്ഞു, എനിക്കൊരു സാധനം വാങ്ങി തരാവോ എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇത് 10,000 രൂപ വിലയാകും ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ വിലയൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാൻ എന്തായിരുന്നാലും എന്റെ അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് ഈ സാധനം ഓർഡർ ചെയ്ത് ഇത് വാങ്ങി ഉപയോഗിച്ച് ഒരു 3-ാം ദിവസം ആയപ്പോഴത്തേക്ക് എന്റെ കാലിലെ നീരുണ്ടായിരുന്നത് പോയി. പിന്നെ ക്രമേണ ഷുഗർ കുറഞ്ഞു, ഫാറ്റി ലിവറിന്റെ വേദന കുറഞ്ഞു. ഇപ്പൊ ഞാൻ നല്ല ആരോഗ്യത്തോടു കൂടി 4 ലക്ഷം രൂപയും മുടക്കി ആയുർവേദ അലോപ്പതി ഒക്കെ ചെയ്ത് തിരുമ്മലും കിഴിപിടിക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരു 2 മാസത്തേന് കിഴിയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ വലിയ ഒരു ആശ്വാസം കിട്ടും. അത് കഴിയുമ്പോൾ പിന്നെയും പഴയത് പോണക്കായി വന്ന് ഈ 10,000 രൂപയില് എന്റെ ആരോഗ്യം തിരിച്ചു കിട്ടി. എന്താ എന്ന് പറഞ്ഞാലും വേദന പോയി. അങ്ങനെ ഞാൻ നല്ല ആരോഗ്യത്തോടു കൂടി പൂർവാധികം ഒരു 10-20 വർഷം മുമ്പുള്ള ആരോഗ്യത്തോടു കൂടി ഞാൻ നമ്മുടെ ഈ ബൈറ്റോറിയം പ്രോഡക്റ്റ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചു. അപ്പൊ ഞാനിതിപ്പോ 6 മാസമായതേ ഉള്ളൂ വാങ്ങിച്ചിട്ട്. നിരവധി പേർക്ക് കൊടുത്തു. കറക്റ്റ് ഉപയോഗിച്ചവർക്കൊക്കെ റിസൾട്ട് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇട്ടിട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഈ ബൈറ്റോറിയം കൊണ്ട് നമുക്ക് കഴിയാവുന്ന അത്രയും നാള് ജനങ്ങളിൽ എത്തിക്കാനും അതുവഴി നമുക്ക് സാമ്പത്തികം കിട്ടും. ആ സാമ്പത്തികം നമുക്ക് ഈ കുറച്ച് ചാരിറ്റി ഒക്കെ ചെയ്യാം. മക്കളൊക്കെ ജോലിയുണ്ട്, 2 മക്കളാണ്. പിന്നെ എനിക്ക് 63 വയസ്സുമായി. അപ്പൊ ഈ ബൈറ്റോറിയം ഫാമിലിയുടെ കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനും പിന്നെ എനിക്ക് കാല് വയ്യാത്ത ആളാണ്. എനിക്ക് 21 വയസ്സുള്ള അസ്ഥി ക്യാൻസർ വന്ന് കാല് മുറിച്ചു കളഞ്ഞതാ. അപ്പൊ ഞാൻ വെപ്പുകാല പോണേ. അപ്പൊ അതിനൊരു എക്സ്ട്രാ എനർജി ആരോഗ്യവും എനിക്ക് തന്നു. അപ്പൊ ഞാനിത് മുന്നോട്ട് കൊണ്ടു നടക്കുന്നു. വളരെ സന്തോഷമായി. ജയ് ഈ ബൈറ്റോറിയം. അടിപൊളി, എക്സലന്റ് എക്സ്പീരിയൻസ്, വെൽ ഡൺ. പക്ഷെ അത്ര ഏജും നമുക്കൊന്നും തോന്നിയല്ല. ആള് എങ്ങനെ എനർജറ്റിക് ആയിട്ടിരിക്കുന്നു അതേപോലെ ഇരിക്കട്ടെ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. അടുത്തയാൾ സംസാരിച്ചോളൂ പ്ലീസ്. ഹലോ, ഞാൻ ഭാസ്കരൻ വടകരയാണ്. ഭാസ്കരൻ സാർ പറയൂ. ഞാൻ എന്റെ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ഈ ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ ഞാൻ ഇന്ന് എനിക്ക് 1 കൊല്ലമായി. പക്ഷെ ഇത് കൂടി പല നല്ല അനുഭവങ്ങൾ പിന്നെ ഉണ്ടാവുകയും ഞാനിത് ഒരാൾക്ക് പ്രയോഗിച്ചപ്പോ സ്ട്രോക്ക് മാറി. അതുപോലെ തന്നെ ഒരാൾക്ക് കാലിന് വെരിക്കോസ് മാറി.
ഈ ശ്വാസകോശം ഒരാൾക്ക് ശ്വാസകോശം ഈ ശ്വാസം മുട്ട് ഇതൊക്കെ മാറി കിട്ടി. അപ്പം വളരെയധികം നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ കൂടുതൽ പേർ പറയേണ്ടതുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഭാസ്കരൻ സാർ. അദ്ദേഹം സ്ഥിരമായി സംസാരിക്കുന്ന ആളാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വളരെ വാല്യൂബിൾ ആണ്. അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് ഈ ഏജിലും അദ്ദേഹം നന്നായിട്ട് എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത് ഇതിന്റെ പിൻബലത്തിലാണ്. നല്ലൊരു എക്സ്പീരിയൻസ്. പറയൂ സാർ, അടുത്ത ആൾ പറയൂ. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സാർ. ഞാൻ മൂവാറ്റുപുഴയിലാണ്. എന്റെ പേര് ബീന ഹനീഫ എന്നാണ്. പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു 4 മാസമായി. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ കാരണം എന്റെ ബ്രദർ ഇതിന്റെ ഇതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അബ്ബാസ് എന്നാണ് പേര്. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് മെയിൻ ആയിട്ടുള്ളത് ഗ്യാസ് പ്രോബ്ലം ആയിരുന്നു. ഭയങ്കരമായിരുന്നു. അത് നമ്മള് പെട്ടെന്ന് ഗുളിക വാങ്ങിക്കും, കഴിക്കും, അങ്ങനെ മാറും, അങ്ങനെയായിരുന്നു. പക്ഷെ അത് ഒത്തിരി ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, ഹൈ BP ആയിരുന്നു. ശരിക്കും മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അതെല്ലാം മാറി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ശരിക്കും മാറി. നമ്മൾ ഇതിനകത്ത് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്തായാലും ഇതൊരു നല്ല നമുക്ക് ശരിക്കും മനസ്സിന് നന്നായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. നല്ല ആരോടും പറയാം, നമുക്ക് കൊടുത്താലും നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിലും കുടുംബത്തിലും ഒക്കെ. അവർക്കൊക്കെ കൊടുത്തു. എല്ലാവർക്കും നല്ലതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പൊ വർക്ക് ചെയ്ത് നന്നായിട്ട് അതിന്റെ മുന്നോട്ടേക്ക് പോണു. ഇതൊന്ന് പറയണം എന്നുണ്ടായിരുന്നു. വെരി ഗുഡ്. അടുത്ത ആളെ സംസാരിച്ചു. നല്ല എക്സ്പീരിയൻസ്. നമുക്ക് കിട്ടുന്ന ചെറുതെങ്കിൽ ചെറുത്, വലുതെങ്കിൽ വലുത്. അനുഭവം ഭയങ്കര ഇതാ. അത് ഓരോരുത്തർക്കും നമുക്ക് അത് വലിയ പ്രശ്നമായിരിക്കും. പക്ഷെ കേൾക്കുന്ന ഒരാൾക്ക് വീണ്ടും വാങ്ങി അദ്ദേഹം അതിനേക്കാൾ സിവിയർ ആയിട്ടുള്ള ഒരു അനുഭവം വേദന അനുഭവിക്കുന്ന ആളായിരിക്കാം. അപ്പൊ അതുകൊണ്ട് വളരെ വാല്യൂബിൾ ആണ്. ഓക്കെ, അടുത്ത ആൾ സംസാരിച്ചോളൂ സാർ. ഹലോ, ഗുഡ് മോർണിംഗ്. പറയൂ, വെൽക്കം. എന്റെ പേര് സക്കീന. ഞാൻ കോട്ടക്കൽ ആണ് സ്ഥലം. പിന്നെ ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 8 മാസം പോരായി. എനിക്ക് പ്രഷർ കുറഞ്ഞ് വീഴുന്ന ആളായിരുന്നു. പിന്നെ വെരിക്കോസ് ഉണ്ടായിരുന്നു, കാലിന്റെ മുട്ട് മടങ്ങൂലായിരുന്നു. അതൊക്കെ ഇപ്പൊ എല്ലാം സുഖമായി. പിന്നെ ഞാന് ഇതിലൂടെ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ട് എല്ലാവർക്കും നല്ല റിസൾട്ടാണ്. ഒരു കാല് മുറിക്കണം എന്ന് പറഞ്ഞ ആൾക്ക് ആ മുറി ഉണങ്ങി കാല് മുറിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു. അത്ര തന്നെ പറയാനുള്ളൂ. ശരി. ഓക്കെ, ഡയബറ്റിക്കിന് ഇതേപോലുള്ള നിരവധി റിസൾട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു കാൽ മുറിച്ചാൽ നമ്മുടെ എല്ലാം പോകും. വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നല്ലേ മനുഷ്യൻ. അപ്പൊ അത് നമ്മുടെ നെറ്റൊരു സമിതിത്ത ഉണ്ടായിരുന്നു. അവര് ആണ് ആദ്യത്തെ നമ്മുടെ അതിലുള്ള എക്സ്പീരിയൻസ്. അവരൊക്കെ നന്നായിട്ട് ജീവിക്കുന്നത് കാലോടുകൂടി. കാല് മുറിച്ച് കളയുമെന്ന് പറഞ്ഞതാണ്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് നമ്മളെ ഈ പ്രോഡക്റ്റ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തയാൾ സംസാരിച്ചു സാർ, പ്ലീസ്. സാർ, എന്റെ പേര് തമ്പി, വീട് പെരുമ്പാവൂർ. തമ്പി, പറയൂ സാർ. ഈ സൂമിൽ കയറാറുണ്ട്. എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഞാൻ ഡോക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം 4-5ഓളം ഡോക്ടർമാർ വരെ ഞാൻ കൊടുത്ത പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരു ഡോക്ടർക്ക് കിട്ടിയത് ഏകദേശം 20 വർഷമായിട്ട് ഇടതുവശം ചേർന്ന് കിടക്കാൻ പറ്റാത്ത ഡോക്ടർക്ക് പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, തമ്പി എനിക്കിപ്പോ എത്ര നേരം വേണമെങ്കിലും ഇടതുവശം ചേർന്ന് കിടക്കാം. ഞാൻ ലിവർ സിറോസിസ് മാറിയ ആളുണ്ട്. അത് നങ്ങേലി മെഡിക്കൽ കോളേജിലെ ഡയർ ബോർഡ് മെമ്പർ ആളെ ലാവണ്യ ശശി എന്ന് പറയും. ഈ ശശി ചേട്ടന് ലിവർ സിറോസിസ് വരെ മാറ്റിക്കളയാൻ ഈ പ്രൊഡക്റ്റിന് സാധിച്ചു. എനിക്ക് എന്റെ അമ്മയ്ക്ക് ഓർക്കം കൊടുക്കുവാനും അതുപോലെ മേലുവേദന മാറ്റുവാനും സാധിച്ചു. എന്റെ യൂറിക് ആസിഡിന്റെ വിഷയം എന്റെ മാറി. എന്റെ കാല് പൊട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, അത് മാറി. കൈമാറ്റഴിപ്പ് മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ നിരവധി റിസൾട്ടുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനുമായിട്ടുള്ള നമ്മളിപ്പോ ഇതിനകത്തിരിക്കുന്ന ഏകദേശം 152 പേരുണ്ട്. ഈ 152 ഒരു കാര്യം വിശ്വസിച്ച് ഈ പ്രൊഡക്റ്റ് ഞാൻ കൊടുത്താൽ അവർക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഒരു 10-500 പേരെ പ്രൊഡക്റ്റ് കൊടുത്ത വ്യക്തിയാണ്.
അതുകൊണ്ട് എല്ലാവരും ഞാൻ റിസൾട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയും. ഞാൻ മകൾ സാറിന്റെ അനുഭവത്തോടു കൂടി തന്നെയാണ് പറഞ്ഞിരുന്നത്. സാറ് പറഞ്ഞു റിസൾട്ട് പറഞ്ഞോളാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ടീമാണെങ്കിൽ പോലും എനിക്ക് ഒരു ദിവസം ഈ പറയുന്ന രീതിയിൽ ഈ ബൈറ്റോറിയുന്ന ഒരു വാക്ക് കേട്ടില്ലെങ്കിൽ ഉറക്കം വരാത്തൊരു ദിവസം. അതുകൊണ്ട് അതുപോലെ വർക്ക് ചെയ്യുന്നു, അത്യാവശ്യം ഇൻകം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു, ഏകദേശം 10 lakhs എടുത്തുകൊണ്ടിരിക്കുന്ന രീതിക്ക് പോകുന്നു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചാൽ ഇപ്പൊ ഈ റീപർച്ചേസിന്റെ കൂടി കേട്ടപ്പോൾ ഭ്രാന്ത് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പേപ്പട്ടി, ബെനിസാറ് പറയുന്ന ഒരു വാക്കുണ്ട്, പേപ്പട്ടി കടിക്കാൻ വരുമ്പോ നമ്മൾ എങ്ങനെ ഓടണം എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ നമ്മളൊന്ന് ഓടിക്കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന എല്ലാവരും കോടീശ്വരന്മാരും കോടീശ്വരികളായിട്ട് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ. ഓക്കെ, വളരെ സന്തോഷം സാർ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടുത്ത ആള് സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട്. വളരെ വാല്യൂബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം പറഞ്ഞത്. വളരെ നന്ദി സാർ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ശോഭ, പേരാമ്പ്രയാണ് വീട്. എനിക്ക് ഒരു 2ാം ജന്മം തന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ആർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ കൊടുത്ത ആൾക്കുള്ള റിസൾട്ടാണ്. 27 ദിവസം കൊണ്ട് തൈറോയിഡ് നോർമൽ സ്റ്റേജിൽ വന്ന് ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. 27ാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് 27ാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നോർമൽ സ്റ്റേജിലേക്ക് വന്നു. 5 വർഷത്തോളായി അദ്ദേഹം തൈറോയിഡിനുള്ള ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക. അയാൾക്ക് കൊളസ്ട്രോള്, പ്രഷർ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനിയും നിങ്ങളെ സ്റ്റേജ് കൂടുതൽ കുഴപ്പമാണ്, നിങ്ങളെ തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, അതിനുകൊണ്ട് ജീവിതകാലം മുഴുവൻ തൈറോക്സിൻ എന്ന ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞ ആൾക്ക് നമ്മളെ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് 27 ദിവസം കൊണ്ട് അത് നോർമൽ കണ്ടീഷനിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഡോക്ടർ പോലും വിശ്വസിച്ചില്ല. ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ജീവിതശൈലി രോഗം എന്നുള്ള ഒരു പുസ്തകം ഉണ്ടാവല്ലോ, ആ പുസ്തകത്തിൽ നോക്കിയിട്ട് പറഞ്ഞു ഇത് തെറ്റാണ്, ഈ റിസൾട്ട് തെറ്റാണ്, ഒന്നുകൂടി കോഴിക്കോട് അശ്വിനി പോയിട്ട് ടെസ്റ്റ് ചെയ്ത് വരണം. അന്നപ്പോ അയാൾ ചോദിച്ചു, ഇത്ര കാലമായിട്ട് ഞാൻ ഈ ഇവിടുത്തെ ലേബിൽ നിന്നല്ലേ സാറേ ചെയ്യല് ടെസ്റ്റ്, എന്നിട്ട് എന്താ ഇപ്പൊ മാത്രം ഇങ്ങനെയെന്ന് ചോദിച്ചു. ഇയാൾ ഇത് ഉപയോഗിക്കുന്നൊന്നും ഡോക്ടറെ അടുത്ത് പറഞ്ഞില്ല. അപ്പൊ നല്ല ഒരു ഈ വോൾട്ടേജിന്റെ ഒക്കെ പ്രശ്നം കൊണ്ട് റിസൾട്ട് തെറ്റാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് അശ്വിനി കൂടെ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് വാന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും അശ്വിനി പോയിട്ട് ടെസ്റ്റ് ചെയ്ത് അതേ റിസൾട്ട് തന്നെ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു അനുഭവമാണ്, അയാളെ മെഡിക്കൽ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു അനുഭവമാണ് തൈറോയിഡ് വന്ന ഒരാൾക്ക് ഇത്രയും നോർമൽ കണ്ടീഷനിൽ എത്തുക എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, അപ്പൊ മരുന്ന് കഴിക്കണോ സാറേ എന്ന് ചോദിച്ചപ്പോ 150 mg 100 ആക്കി കൊടുത്തു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് പെട്ടെന്ന് നിർത്തണ്ടെന്നാ ഡോക്ടർ പറഞ്ഞപ്പോ 2-3 ദിവസം 100 mg കുടിച്ചു, പിന്നെ 50, പിന്നെ അങ്ങനെ 25. അങ്ങനെ ഇപ്പൊ അദ്ദേഹം ഒരു മരുന്നും കഴിക്കുന്നില്ല. അദ്ദേഹം ഒരു പാട്ടുകാരൻ കൂടിയായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് പാട്ട് പാടാൻ കൂടി കഴിയുന്നുണ്ട്. കൂടാതെ ഞാൻ കൊടുത്ത ഒരു 8 വർഷത്തോളം സ്ട്രോക്ക് പാരസൈസ് വന്ന് സ്ട്രോക്ക് വന്ന് കടന്നുപോയ ഒരാൾക്ക് നമ്മൾ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് എനിക്ക് പുറത്തു പോയെന്ന് മൂത്രമൊഴിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നാ. അപ്പൊ ഈ ഒരു 57 ദിവസം കൊണ്ട് നമ്മള് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് പുറത്തുപോയി അത് നല്ല രീതിയിൽ ഇപ്പൊ വീട്ടിലുള്ള അയാളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവർക്കൊക്കെ എന്നെ നമ്മളെ കാണുമ്പോ, എന്നെയും ചന്ദ്രമാഷ്, എന്റെ ഏട്ടനാണ് ചന്ദ്രമാഷ്, അദ്ദേഹത്തെ കാണുമ്പോ അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് മതി സാറേ നമുക്ക്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോ നല്ല രീതിയിൽ ഒരു ടീമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരുപാട് പറയാനുണ്ട്, ശ്വാസം മുട്ടൽ മാറിയതൊക്കെ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് ബാക്കി പിന്നീട് ഒരു ദിവസം ആകാം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, വളരെ നന്ദി. വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ഡോക്ടർക്ക് പോലും, ഒരു അസുഖത്തിന് ചികിത്സിക്കുന്ന ഡോക്ടറിന് പോലും വിശ്വാസമില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ചികിത്സിക്കുന്ന അസുഖം ഇത്ര പെട്ടെന്ന് ഭേദമാകും അല്ലേ. അതാണ് മിറാക്കിൾലെസ് റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മളെ വളരെ അത്ഭുതകരമായ റിസൾട്ടാണ് നമുക്ക് ഓരോരുത്തർ കൊണ്ടായിരിക്കും. നമ്മൾ കഴിക്കുന്നത് അസുഖത്തിനായിരിക്കില്ല ചിലപ്പോൾ റിസൾട്ട് ആദ്യം കിട്ടുന്നത് മറ്റെന്തെങ്കിലും ആയിരിക്കും. അപ്പോ സർവ്വരോഗ സംഹാരകമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. തൈറോയിഡിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളുള്ളതാണ്. അപ്പോ അതിൽ റിസൾട്ട് കിട്ടിയെന്ന് പറയുന്നതിന് വളരെ സന്തോഷം. അടുത്ത ആൾ സംസാരിച്ചു സർ, പ്ലീസ് പറഞ്ഞോളൂ. സാർ, എന്റെ പേര് സ്നേഹലത. ഞാൻ കല്ലടിക്കോട്ട് നിന്നാണ്, പാലക്കാട്.
ഞാൻ കൽവി എന്റെ കൊടുക്കാം. റിസൾട്ട് എന്ന് പറയുമ്പോൾ ചെറിയ റിസൾട്ട് ആണ്. എനിക്ക് ബസ്സിന് വീണിട്ട് നടുവില് വേദന ഉണ്ടായി. ടോർ യൂസ് ചെയ്ത് നല്ല മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേറൊരാൾക്ക് കൊടുത്ത റിസൾട്ടാണ് ഞാനിപ്പോ പറയുന്നത്. ഓഫീസിൽ വർക്ക് ചെയ്ത പുള്ളിയാണ്. പുള്ളിക്കാരൻ കൈ നല്ല തരിപ്പായിരുന്നു. 4-5 വർഷമായിട്ടുള്ള തരിപ്പാണ്. പക്ഷെ ഞങ്ങള് വെറും വെള്ളം നമ്മുടെ കൈ മാഗ്നറ്റിക് വാട്ടർ തേച്ച് കൊടുത്ത ആ മിനിറ്റ് പുള്ളിക്ക് കൈ മടക്കാൻ പറ്റിയെന്നുള്ളതാണ്. അടിപൊളി. കാരണം പുള്ളിക്ക് അത്രയും കാലം കൈ മടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഹസ്ബൻഡിന്റെ വണ്ടിയിൽ മൂപ്പര് കയ്യിന്ന് വീണ് പോയി. വീണ് ചോദിച്ചു, എന്റെ കയ്യിൽ നല്ല തരിപ്പാണ്, എനിക്ക് കാലൊന്നും നിലത്ത് വെക്കാൻ പറ്റുന്നില്ല. അതായത് നമുക്ക് ബ്ലഡ് ഒക്കെ വരുന്ന സമയത്തും പുള്ളിക്ക് അത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഇതായിരുന്നു സാർ. അത് ആ മിനിറ്റ് കൊണ്ട് മാറി എന്നുള്ളതാണ് എനിക്കും ശാന്തകുമാരി ചേച്ചിക്കും പറയാനുള്ള ഒരു റിസൾട്ട്. പിന്നെ നമ്മളൊരു ഫാറ്റി ലിവറിന്റെ ഒരു ലേഡിക്ക് കൊടുത്തു. അവർക്ക് നല്ല മാറ്റം. 89 വയസ്സുള്ള അവരുടെ അമ്മയ്ക്കാണ് അവർ പരിശോധിച്ചത് ആദ്യം. അതായത് എന്നും അവർക്ക് വയ്യ വയ്യ വയ്യ, എപ്പോഴും പണിയെടുക്കാൻ വയ്യ. അപ്പൊ ആ കരച്ചിലൊന്ന് നിന്ന് കിട്ടിയെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രൊഡക്റ്റ് എടുക്കാന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഇപ്പൊ 3 പ്രൊഡക്റ്റ് വേറെ ഓർഡർ ചെയ്ത് എടുത്തു. ഏറ്റവും അപാരമായിട്ട് നോക്കുന്നത് അവർക്ക് ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു, ലിവർ ഫാറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ ഷുഗർ, തൈറോയ്ഡ് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം നോർമൽ ആണ് സാർ. അപ്പൊ ഡോക്ടർ ചോദിച്ചു എന്ന് ഇപ്പൊ ശോഭ മാഡം പറഞ്ഞതുപോലെ എങ്ങനെ ഇത് മാറി, നിങ്ങൾ എന്ത് ചെയ്തു എന്ന്. പക്ഷെ പുള്ളിക്കാരി ഒരു മിലിറ്ററി ഹസ്ബൻഡ് മിലിറ്ററി ആണ്. അപ്പൊ ഡോക്ടർക്ക് കൊണ്ട് സജഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത്രേ ഇതുപോലെ 2 പേരാണ് ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുന്നത്. എന്തായാലും ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യുന്ന ആ ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു സാർ. അതന്നെ അപാരമായിട്ടുള്ള റിസൾട്ട് അല്ലേ? അതാണ് സാർ എന്റെ റിസൾട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, വളരെ നല്ല റിസൾട്ട് ആണ്. ഒത്തിരി ഉണ്ട് സാർ. അതെ, വളരെ നല്ല റിസൾട്ട് ആണ്. കണ്ണടഞ്ഞിരിക്കുന്നവരുടെ കണ്ണു തുറപ്പിക്കാൻ, അകക്കണ്ണു തുറപ്പിക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. അതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു. അതെ സാർ, ഈശ്വറിന്റെ ഒരു കയ്യൊപ്പ് പതിഞ്ഞൊരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു സാർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോ ഒരു പുതിയ റിസൾട്ട് വന്നത് പറയാനാണ്. എന്റെ മകൻ 16 വർഷമായിട്ടുണ്ട് ഈ കാല് വേദന, വേദന. അതിന് പല ട്രീറ്റ്മെന്റും ചെയ്തിട്ടുള്ളതാണ്, പല ട്രീറ്റ്മെന്റും. പക്ഷെ പല പ്രാവശ്യം പോലെ വന്നു പോകുമ്പോ ഒരു വർഷത്തിലൊരു മാസം വരുള്ളൂ ഗൾഫിൽ നിന്ന്. ഇതൊന്ന് കൊണ്ടുപോയി ഉപയോഗിക്ക് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാനായിട്ട് മടി കാണിച്ചു. എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു സ്വഭാവമാണെന്നുള്ളതാണ്. അവരാണ് ഏറ്റവും വലിയ നോളേജ് ഉള്ളവരെന്നുള്ള കാഴ്ചപ്പാട് ഇന്നത്തെ യുവതലമുറയില്, അതായത് അത് അവരടിയോട്ട് വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ എന്റെ മകനിക്ക് വളരെ അങ്ങേറ്റം ഇത് പെട്ടെന്ന് മേടിച്ച് ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അവന്റെ ഉമ്മ, എന്റെ ഭാര്യ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഇത് ഉപയോഗിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്റെ മകളുടെ അമ്മായിയമ്മ ശ്വാസകോശ പ്രോബ്ലം ആയിട്ട് ഓക്സിജൻ വീട്ടിൽ വെച്ച് ഉപയോഗിച്ചിരുന്നതാണ്. അവർക്ക് ഇത് ഉപയോഗിച്ച് 13 ഓക്സിജൻ സിലിണ്ടർ എടുത്തു കൊണ്ടുപോയി ഹോസ്പിറ്റലുകാരെ ഏൽപ്പിച്ചു. അതുകൂടാതെ ഞങ്ങളെ തന്നെ ഫാമിലിയിൽ സ്ട്രോക്ക് വന്നിട്ട് തളർന്ന് എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തി തിരിച്ചു ജീവിതത്തിലേക്ക് വന്നു. ഇത്രയും അനുഭവങ്ങൾ നമ്മുടെ സ്വന്തം വീട്ടിൽ ഉണ്ടായിട്ട് വരും വിശ്വസിക്കാത്ത ഇന്നത്തെ യുവാക്കള്. അത് അവരുടെ അറിവില്ലായ്മ എന്ന്. യുവാക്കളുണ്ടെങ്കിൽ എന്നോട് ദേഷ്യം തോന്നണ്ട, അറിവില്ലായ്മയാണ്. അവരുടെ ധാരണ അവർക്ക് എല്ലാനും അറിയാം, പക്ഷെ അവർക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യം അറിയില്ല എന്നുള്ളതാണ്. ഈ പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ട് ഇത് പറഞ്ഞു നീ കൊണ്ടുപോകണം. അനേകം ആളുകൾ ഗൾഫ് രാജ്യത്ത് വീട്ടിലേക്ക് പോരാൻ വേണ്ടി പാക്കിംഗ് ഒക്കെ നടത്തിയിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിച്ചു കാണുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ സമാധാനമില്ല. അതുകൊണ്ട് പടച്ചോന് ഓർത്തിട്ട് ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോയി ഉപയോഗിക്കുന്നു പറഞ്ഞപ്പോ എന്ന് പറഞ്ഞു ബാപ്പ ഫ്രീതാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് നടക്കൂല മോനെ, കാശ് കൊടുത്ത് തന്നെ മേടിക്കണം പ്രോഡക്റ്റ്. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് എന്റെ നിർബന്ധം കൊണ്ട് മേടിച്ചതാണ്. മേടിച്ചു കൊണ്ടുപോയി ഉപയോഗിച്ച് ഇന്നലേക്ക് 31 ദിവസമായി എന്റെ മകൻ വന്നു പോയിട്ട്. ഇന്നലെ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് സംസാരിച്ച സമയത്ത് അപ്പ എല്ലാ ദിവസവും പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ ഇന്നലെ വിളിച്ചിട്ട് പറയണ പാപ്പ വിശേഷമൊക്കെ നല്ലതാണ്, എനിക്ക് ഇപ്പോ കാലുവേദന ഇല്ല എന്ന് തന്നെ പറയാം.
ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നവൻ. പക്ഷെ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, കാലിനൊരു ബുദ്ധിമുട്ടില്ല, എനിക്ക് നല്ല ഉറക്കമുണ്ട്, നല്ല ശരീരം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനം ഇനി ഉപയോഗിക്കാതെ മാറ്റി വെക്കരുത്. ജീവിതകാലം വരെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. റിസ്റ്റ് പാഡ് കൈമലോ കാലുമലോ ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പോ ഇന്നിപ്പോ നമ്മുടെ ഈ സൂമില് റിസൾട്ട് പറഞ്ഞ ആളുകൾ, ഡോക്ടർമാര് വരെയും അതിശയിക്കുന്നു എന്ന് വെച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റ് രോഗം മാറ്റുന്ന ഒരു മരുന്നേ അല്ല. അത് നമ്മൾ പ്രത്യേകിച്ച് ആദ്യം തന്നെ ആളുകളോട് സംസാരിച്ചിട്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ പറയണം, നമ്മുടെ ശരീരത്തിന്റെ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യലാണ് നമ്മുടെ പ്രോഡക്റ്റ് ചെയ്യുന്നത് ജോലി നമ്മുടെ ഓരോ ശരീരത്തിനകത്തും. അപ്പോ ഇന്ന് അനേകം ആളുകൾക്ക് ഡോക്ടർമാർ വരെയും അതിശയിക്കുന്നു. ഡോക്ടർമാരെ അതിശയിക്കുന്നവരും ഡോക്ടർമാരെ നിഷേധിക്കുന്നവരുണ്ട്. അത് അവരുടെ സയൻസ് വേറെ, ഈ സയൻസ് വേറെ. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ശാരദ ജോഷി സാറ് കണ്ടുപിടിച്ചിട്ടുള്ള സയൻസ്. മനുഷ്യന്റെ ശരീരത്തിന് പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള 2 വസ്തുതകൾ കറക്റ്റായിട്ട് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് കൊടുക്കുകയാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ട സാധനം നമ്മൾ കാശ് കൊടുത്ത് മേടിക്കേണ്ട കാലഘട്ടമായി മാറിപ്പോയി. അതുകൊണ്ടാണ്. അപ്പോ നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തികൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് മനുഷ്യനെയും ദൈവം തന്നിട്ടുള്ള ആയുസ് സുഖമായിട്ട് സന്തോഷിച്ച് സുഖമരണം മരിക്കാൻ പറ്റുമെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ ബയോതെറാപ്പി. അത് തന്നെയാണ് ബിസിനസിന്റെ പുറത്തും. നമ്മളിപ്പോഴും മറ്റേ തമ്പി സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മളേതാണ്ട് ഒരു നമ്മൾ സാധാരണക്കാരാണ്. പക്ഷെ ബയോടെറിയത്തിൽ നമ്മൾ കിങ്ങികളാണ്, രാജാക്കന്മാരാണ്. നമ്മളിത് ഓരോരുത്തരും ഒരു വ്യക്തിയുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി അത്യാവശ്യം കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മനോജ് സാറ് പറയും പോലെ നമ്മളെല്ലാവരും കോടീശ്വരന്മാരും കോടീശ്വരികളും ആവുമെന്ന് 100% ഉറപ്പുണ്ട്. നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമ്മളിപ്പോ സാധാരണക്കാരല്ല. നമ്മള് ഇന്ന് നമ്മൾ MBBS MD ഒന്നും പഠിച്ചിട്ടല്ല. പക്ഷെ നമ്മൾ ഇന്നൊരു ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ അംഗീകരിക്കുന്നുണ്ട് നമ്മളെ. കുറെ ആളുകൾ അംഗീകരിക്കില്ല. അപ്പോ ഇന്നത്തെ തലമുറയാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ തലമുറക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അവര് കഴിക്കുന്ന ചിക്കന്റെ ദോഷം കൊണ്ടാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അവർക്ക് മെമ്മറി IQ കുറവാണെന്നുള്ളതാണ്. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല, അനേക ആൾക്ക് പറയാനുണ്ട്. അപ്പോ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വിജയം കരസ്ഥമാക്കുവാൻ കഴിയുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സലീമിക്ക, താങ്ക് യു. ഓക്കെ, അടുത്ത ആൾ സംസാരിച്ചു. ഗുഡ് മോർണിംഗ്. എറണാകുളം കളമശ്ശേരി യുനിസ്ബായി ആണ്. ഞാൻ ഈ പ്രോഡക്റ്റ് ഞാൻ നല്ലൊരു രോഗി ആയിരുന്നു. ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്നിപ്പോ നല്ല ഹെൽത്തും ഒക്കെ ഉണ്ട്. ഇതിനു വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ഇപ്പൊ പറയാൻ വന്നത് മറ്റൊരു കാര്യമാണ്. നമ്മുടെ ജ്യൂസ് അൾട്രാബെറി നമ്മുടെ ഈ പ്രൊഡക്റ്റിനോടൊപ്പം അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നല്ല റിസൾട്ട് ആണ്. ഞാനിപ്പോ കൊടുത്തവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടി. എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ ഈ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റിനോടൊപ്പം ഞാനും ഇപ്പം ബെറി ജ്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് ആണ്. അപ്പൊ എല്ലാവരും അതുകൂടി വാങ്ങി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നല്ല എനർജറ്റിക് ആണ് നമ്മള്. ശരീരത്തിന് നമുക്ക് നല്ല എനർജി കിട്ടും ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ. എനിക്കും ഞാൻ കൊടുത്തവർക്കുമുള്ള റിസൾട്ടാണ് ഞാൻ പറയുന്നത്. ഈ ബെറി ജ്യൂസിന്റെ കാര്യം പറയാനാണ് ഇപ്പൊ വിളിച്ചത്. ഓക്കെ, താങ്ക് യു, വളരെ നന്ദി. ഏതായാലും നമ്മളൊരു പുതിയൊരു പ്രോഡക്റ്റ് ആണ്, പുതിയതല്ല, കുറച്ചായി വന്നിട്ട്. പക്ഷെ നമ്മൾ ആരും അതിനെ യൂസ് ചെയ്യാറില്ലായിരുന്നു. തന്നെയുമല്ല, വാങ്ങി ഉപയോഗിച്ചവർക്കൊക്കെ നല്ല റിസൾട്ടാണ് എല്ലാവരും പറയുന്നത്, നല്ല അഭിപ്രായമാണ് പറയുന്നത്. അത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് നോളജിൽ ശരിക്ക് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച സാറ് കറക്റ്റ് ആയിട്ട് പറഞ്ഞായിരുന്നു. വീണ്ടും മനോജ് സാർ അതിന് വേണ്ടിയുള്ള എല്ലാ ട്രെയിനിങ്സും അറ്റൻഡ് തരുന്നുണ്ട്. അതെല്ലാവരും അറ്റൻഡ് ചെയ്ത് പരമാവധി അത് പ്രൊമോട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം പറയുക. അവർ ഉപയോഗിച്ചിട്ടാണ് അത് പറയുന്നത്. ഹലോ സർ, വിളിക്കുന്നത്. എന്റെ പേര് സെൽവൻ. സ്ഥലം കൊച്ചിയിൽ കണ്ണമാലി എന്നൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ഒരു ജനപ്രതിനിധിയാണ്. പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അതുപോലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്.
ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 1 വർഷത്തോളമായി. സംബന്ധിച്ചിടത്തോളം ഫേഷ്യൽ പാൽസി എന്നൊരു രോഗം പിടിപെട്ടിട്ട് ചുണ്ട് ഒരിടത്തായിട്ട് കോടിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ ഫിസിയോതെറാപ്പി ഒരു 6 മാസത്തോളം ചെയ്തെങ്കിലും വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല. എന്റെ ഫേസ് കാണാൻ അത്ര ഭംഗിയില്ലാത്ത രീതിയിൽ ഇരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഉത്തമ സാറാണ് ഈ പ്രോഡക്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ ഇത് ഉപയോഗിച്ച് തുടങ്ങി ഒരു 3 മാസത്തിനടുത്തായപ്പോഴത്തേക്കും എന്റെ മുഖം ക്ലിയർ ആയി. പിന്നെ ഇതിനെക്കുറിച്ച് ഞാനൊന്ന് ഗൂഗിള് പോലത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കും കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്, ഒരു മാഗ്നറ്റ് ശരിക്കും നമ്മളുടെ ശരീരവുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് വളരെ ഫലവത്തായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ചെയ്യാനും പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടത്തിയിട്ട് നമ്മളുടെ സെൽസ്, നമ്മുടെ ബോഡി സെൽസിനെ കംപ്ലീറ്റ് റിപ്പയർ ചെയ്യാനും സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഡോക്ടർമാരോടുള്ള മീറ്റിംഗ് ഉണ്ടാവും. ഞാൻ ഈ കാര്യം ഡോക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ ഡോക്ടേഴ്സ് പതുക്കെ സ്ലിപ്പായി പോയി. അവരിതിന് റിപ്ലൈ ചെയ്യുന്നില്ല. അവർ അതൊക്കെ സാധിക്കാവുന്നതാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അതിനെ വിട്ടുകളയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായത് വേറെ ഒന്നുമല്ല, അവരുടെ ഫീൽഡിനെ അല്ലെ അവരുടെ എത്തിക്സിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടാതെ എനിക്കുണ്ടായ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്റെ മോൻ അവനിപ്പൊ 20 വയസ്സായി. അവനൊരു 19 വയസ്സ് 18 വയസ്സാകുന്ന സമയത്താണ് പുറത്ത് ഇങ്ങനെ ഒരു വലിയ പാടെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുരുക്കളായിട്ട് വന്നിട്ട് കാണാൻ വളരെ വൃത്തികേടായിരുന്നു. ഞാനൊരു ഫിസിഷ്യനെ അതുപോലെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചെങ്കിലും അവർ തന്നിരുന്ന മരുന്നുകൾ ഒന്നും ഫലവത്തായില്ല. അതിനുശേഷമാണ് ഈ പ്രോഡക്റ്റ് അവൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ പൂർണ്ണമായിട്ട് ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ ഇപ്പൊ പുറം നല്ല ക്ലീനായി, തൊക്കൊക്കെ കാണാൻ സ്കിന്നൊക്കെ നല്ല രീതിയിലായിട്ട് മാറി. ആ ഒരു റിസൾട്ട് കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഒരാളോട് ചെന്നിട്ട് എന്തെങ്കിലും കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ജനപ്രതിനിധി നിലക്ക് വിശ്വസ്തപരമായിട്ടായിരിക്കണം കാര്യങ്ങൾ പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് എന്റെ അനുഭവം ആയതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഇത് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഏവർക്കും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾക്കുണ്ടായ റിസൾട്ട് മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയണ്ടേ. ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടി, അത് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾക്കിത് സെയിൽ ചെയ്യാൻ പറ്റും. എന്താണെങ്കിലും നല്ലത് വരട്ടെ. ഈ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആശുപത്രികളിൽ ചെന്ന് ചികിത്സിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രൊഡക്റ്റുകൾ ഈ ജനങ്ങളെല്ലാവരും ഉപയോഗിച്ച് തുടങ്ങണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ എല്ലായിടത്തും പബ്ലിക്കായിട്ടും അല്ലാതെ പേഴ്സണലായിട്ടും ഇൻഡിവിജ്വലായിട്ടും ഒക്കെ ഞാൻ ഈ കാര്യങ്ങൾ ആളുകളെ ധരിപ്പിക്കാറുണ്ട്. എനിക്ക് 100%, 101% ഉറപ്പാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള 10-200 ചില്ലാനം വരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നമുക്ക് രാജ്യത്തെ വിമുക്തമാക്കാൻ പറ്റും എന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് വിജയിക്കട്ടെ. ജയ് ബയോട്ടോറിയം. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ്. ഹലോ കേൾക്കുന്നുണ്ടോ? പറയൂ സാറേ, പറയൂ. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഈ സൂമിൽ ഉള്ള എല്ലാവർക്കും എന്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. എന്റെ പേര് രാജേഷ് എന്നാണ്. സ്ഥലം തലശ്ശേരിക്കടുത്ത് കടവത്തൂർ എന്നൊരു സ്ഥലത്താണ്. ഞാൻ ഈ പ്രോഡക്ട്സ് ഏകദേശം 4 മാസത്തോളമായി ഉപയോഗിക്കുന്നത്. അപ്പോ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് വെച്ചാൽ അസിഡിറ്റിയാണ് എന്നെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച ഒരു അസുഖം. അതിന് ഇന്ന് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഇതിൽ കൂടെ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ആ അസുഖങ്ങളൊക്കെ ക്ലിയറായി. ഇത്രമാത്രമാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു ഇതിൽ പറയാനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഓൾ ലീഡേഴ്സ്. എൻ്റെ പേര് കൃഷ്ണകുമാർ, കണ്ണൂർ എടക്കാട്. ഞാൻ ഈ പ്രോഡക്റ്റ് പരിചയപ്പെട്ടിട്ട് മെയ് 15-നാണ്. അതിനുശേഷം ഞാൻ അത് ഉപയോഗിച്ചിട്ട് 17 ദിവസം ആയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2 കാലും ഏതെങ്കിലും അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രസാദ സദ്യ കഴിക്കുമ്പോൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് 2 കാലും തരിപ്പാണ്. അപ്പോ ഇത്തിരി സമയം പോയി നിന്നതിന് ശേഷം പിന്നെ അവിടെ പോയിരുന്നിട്ട്
രണ്ട് കൈയിലും കാലിലും ഇടിച്ച് അതിന് ശരിയാക്കണം. അതുപോലെ തന്നെ കാലത്ത് 2 മണിക്കൂർ എന്റെ ഉപ്പൂറ്റി വേദന തുടങ്ങും. ഒരു 7-7:30 വരെ ഉണ്ടാവും. അപ്പോ അതുകൂടെ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഭേദമായി. അതുപോലെ തന്നെ എന്നെ 2 മുട്ടുകാലും മാറ്റണം എന്നുള്ള ഒരു ഇതിലായിരുന്നു. നമ്മളെ മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്ന് ഞാനൊരു സർവീസിൽ പെൻഷനായ ഒരു ഇതാണ്. അപ്പൊ അവിടെ നിന്ന് ശേഷം ഒരു 17 ദിവസം ഞാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്കും എന്റെ ഭാര്യക്ക് ലെഫ്റ്റ് ഹാൻഡ് ഒരു ബ്ലോക്ക്. അപ്പൊ അവള് പറഞ്ഞു, ഇതൊന്നും പറ്റത്തില്ല, കൊള്ളത്തില്ല. ഒരു 4-5 ദിവസം മുന്നെയാണ് അവള് പറഞ്ഞു, ഇതെല്ലാം ഓക്കെ ആണ് കേട്ടോ എന്ന് പറഞ്ഞ് ഭയങ്കര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അത് ആദ്യം പറഞ്ഞ് ഞാൻ തിരിച്ചെടുത്തു, ഇപ്പോഴും ഓക്കെ ആയിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെട്ടത് ഞാൻ യാത്ര മധ്യേ ചേർത്തല ടു കണ്ണൂർ പോകുമ്പോ, ചേർത്തലയാണ് എന്റെ ബൈക്ക് ഹൗസ്. അപ്പൊ അവിടുന്ന് ഒരു സിസ്റ്റർ എന്നെ കാണിച്ചതായത്. അപ്പോ പ്രൊഡക്റ്റ് തന്ന കക്ഷി, അതായത് ലീഡർ ഇപ്പോഴില്ല ഇതിനകത്ത്, ഈ ബയോട്ടോറിയത്തില്. അപ്പോ ഞാനിപ്പോ എപ്പം ഈ ബയോട്ടോറിയത്തിൽ തന്നെ ഉണ്ട് ഇപ്പോഴും. ഞാൻ അജിത് സാറ് പാനൂർ അവരെ കൂടെ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഓക്കെ സാർ. ഓക്കെ സാർ. സാർ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണെന്ന് തോന്നുന്നത്. ഹാപ്പി ജേർണി. സേഫ് ആയിട്ട് ഉള്ളൊരു യാത്ര സാറിന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. മോർണിംഗ്. ഞാൻ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ റിസൾട്ട്. ഞാൻ 7 വിധം മരുന്ന് കുടിച്ച ആള്, വെരിക്കോസ്, പിന്നെ ഇയർ ബാലൻസിന്റെ പ്രശ്നം, പിന്നെ ഷോൾഡർ പെയിന്, ശരീരം മൊത്തം വേദന എന്ന് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലും എനിക്ക് റിസൾട്ട് ഇപ്പൊ എനിക്കിന്ന് സന്തോഷമാവുന്നത്, എന്റെ മോക്ക് ഓവർഡോസ് മരുന്ന് കഴിച്ചിട്ട് പിത്തസഞ്ചി അടഞ്ഞു കിടക്കുകയാണെന്ന് പറഞ്ഞ് അന്ന് വളരെ ഞാൻ ദുഃഖിച്ചിരുന്നു. പക്ഷെ എന്തോ എനിക്ക് ഈ റിസൾട്ട് കിട്ടിയ ആ ആവേശത്തില് ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, നമുക്ക് ഒന്നും നിനക്ക് ഒരു പെയിനും ഉണ്ടാവില്ല. നമുക്കിനി ഇപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇനി അടുത്ത പെയിൻ വരികയാണെങ്കിൽ എന്തായാലും അത് റിമൂവ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ വളരെ സങ്കടകരമായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. പക്ഷെ എനിക്ക് എന്തോ ഈ ബയോട്ടോറിയത്തിലുള്ള ആ വിശ്വാസം കൊണ്ട് ഞാൻ 7 വിധം ഗുളിക കഴിച്ച് മാറിയ ഒരു വ്യക്തിയാണ്. ഇന്ന് ഞാൻ ഒരു വിധം മരുന്ന് ഒന്നും കഴിക്കുന്നില്ല എന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. കൊളസ്ട്രോളും BP എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം നോർമലാണ്. അപ്പൊ അതിന്റെ ഗുളികകളൊക്കെ ഞാൻ ഇപ്പം നിർത്തി. അങ്ങനെ ഞാൻ മോക്ക് ഈ റിസൾട്ട് പറഞ്ഞ അന്ന് തന്നെ എന്റെ മോക്കും മോനൊരു ഫാമിലി പ്രൊഡക്റ്റ് ഞങ്ങൾ ഉപയോഗിച്ചു. ഇന്ന് ഞങ്ങൾ 5 പേര് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മകൾക്ക് ഇന്ന് 6-7 മാസമായി അവൾ ആ ബെഡ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ എനിക്ക് ഭയങ്കര അതിശയമായ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവൾക്ക് ഇതുവരെ പെയിൻ വന്നിട്ടില്ല. അങ്ങനെ ഞാൻ പിന്നെ അവൾക്ക് പീരീഡ്സ് കറക്റ്റ് അല്ലായിരുന്നു. ഇപ്പൊ എല്ലാ മാസവും കറക്റ്റ് പീരീഡ്സ് ആയി. അവൾക്ക് വേദനകൾ ഭയങ്കര വേദനയായിരുന്നു. പീരീഡ്സ് ആവുന്ന സമയത്ത് ഉരവേദനയും കാലുവേദനയും ചെയ്തപ്പോ പിത്തസഞ്ചി റിമൂവ് ചെയ്യേണ്ട, എല്ലാം അവളുടെ പുറത്തേക്ക് പീരീഡ്സ്. ഇതുവരെ ഞാൻ ആരും പറഞ്ഞിട്ട് ഈ റിസൾട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ സന്തോഷത്വം കൊണ്ട് ഞാന് ഇത് പറയാൻ വേണ്ടിട്ട് ഞാൻ മുന്നോട്ടേക്ക് വന്ന എനിക്കിപ്പൊ വളരെ ഹാപ്പിയായി. ഇന്ന് മോള് ഹാപ്പിയാണ്. അതുകൊണ്ട് ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ വലിയ റിസൾട്ടാ, നമുക്ക് ദൈവം തന്ന ഒരു ഗിഫ്റ്റ് തന്നെ എന്ന് പറയാം. അതുകൊണ്ട് സാഗർ ജോഷി സാറെ ഞാന് എന്താ പറയാ നമിക്കുകയാണ്. എനിക്ക് മനസ്സിൽ സന്തോഷം തന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് ഞാൻ 10-26 പേർക്ക് കൊടുത്ത്, എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു കുട്ടി കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് കൈ തരിപ്പാണ്, പിന്നെ മൈഗ്രെയിന്, അത് വീട്ടിൽ വന്ന തലവേദനയും ഛർദിയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നല്ല പ്രൊഡക്റ്റ് നീ ഉപയോഗിച്ച് നോക്ക് പറഞ്ഞ്. അവള് തലവേദന വന്നാൽ തലയ്ക്ക് ഒരു ബാൻഡ് കിട്ടും, കൈക്ക് വന്നാൽ കൈ തരിപ്പ് കാരണം ആ ബാൻഡ് ഉപയോഗിച്ച് ഇന്ന് 3 മാസം കഴിഞ്ഞ് ഇന്ന് മൈഗ്രെയിന് നിന്ന് തരിപ്പ് നിന്ന്. അതുകൊണ്ട് അവരും നല്ല റിസൾട്ട്. അപ്പൊ അതുകൊണ്ട് വീട്ടിന്റെ അടുത്ത് ഒരു 10-12 പേർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റി. അവരിലൊക്കെ നല്ല റിസൾട്ടാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഇത് ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷെ വീട്ടില് അമ്മ ഒരു 90 വയസ്സായ ഒരു അമ്മ ഉണ്ട്. അമ്മേന്റെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കണ്ടത്, കുളിപ്പിക്കുക എല്ലാം ചെയ്യണം. വഴി എനിക്ക് അറിയാവുന്നവർക്ക് എത്തിച്ച് കുറെ കുടുംബങ്ങൾക്കൊക്കെ കൊടുത്തു. സംസാരിച്ചോളൂ സാർ. ഹലോ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ നിന്നാണ്, വയനാട് കൽപ്പറ്റയിൽ നിന്നാണ്.
ഞങ്ങൾക്ക് നല്ല റിസൾട്ട് ഒക്കെ തന്നെയാണ് കിട്ടിയത്. ആദ്യം ഞാൻ ഷെയർ ചെയ്തതാണ്. പിന്നെ റിസൾട്ട് കിട്ടിയത് എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണ്. എന്റെ ഭർത്താവിന് എല്ലാ അസുഖങ്ങളും ഉണ്ടായിരുന്നു. ഷുഗർ മാത്രം ഇത്തിരി കുറയുന്നില്ല, എന്നാലും കുറയും തന്നെ എന്റെ വിശ്വാസം. ഞങ്ങള് നല്ല രീതിയിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. എന്റെ മകന് യൂറിക് ആസിഡ്, പിന്നെ മൈഗ്രെയിൻ തലവേദന, എനിക്ക് മൈഗ്രെയിൻ തലവേദന എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം മാറി. BP ആയിരുന്നു, അതിന് ഗുളിക കുടിക്കുന്നുണ്ട്, കുടിക്കുന്നില്ല. എല്ലാത്തിനും നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്റെ മകന്റെ കുട്ടിക്ക് അപസ്മാരായിരുന്നു, അവർക്കും നല്ല മാറ്റം വന്നു. ഗുളിക നിർത്താൻ പറഞ്ഞു. പിന്നെ ഇതൊക്കെ തന്നെയുള്ളു പറയാന്. ഓക്കെ സാർ. എന്റെ ലീഡർ ഷാജി സാറാണ്, കോഴിക്കോടുള്ള ഷാജി, അതായത് ഗിരീഷ് ബാബു സാറാണ്. ഗിരീഷ് ബാബു സാറാണ് വയനാട്ടിൽ ഞങ്ങൾക്ക് ഇത് കൊണ്ടു തന്നത്. ഓക്കെ സാർ. ഓക്കെ താങ്ക് യു. വളരെ നല്ല റിസൾട്ടാണ്. ഏതായാലും ഒരു ചെറിയ കാര്യം, ബാക്കി ഇത്രയും നല്ല അസുഖങ്ങൾക്കൊക്കെ നമുക്ക് കുറവ് കിട്ടിയില്ലേ, ബാക്കി ഇനി ഡയബറ്റിക്കിന്റെതും കറക്റ്റ് ആയിക്കോളും. അത് ചില ആൾക്ക് കുറച്ച് താമസിച്ചിട്ടാണ് ശരിയാവുള്ളൂ. പണ്ട് ഡാനി സാറിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, ആ പ്രോഡക്റ്റ് ഒന്നിനും കൊള്ളില്ലോട്ടാന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ അദ്ദേഹം അല്ല ഉപയോഗിച്ചത്, അമ്മയാണ് ഉപയോഗിച്ചത്. ഒരു ഏകദേശം ഒരു 5-10 മാസം കഴിഞ്ഞപ്പോ പുള്ളി വീണ്ടും അതിന് അദ്ദേഹത്തിന് വേണ്ടി വാങ്ങാനായിട്ട് ഓർഡർ ചെയ്തു. അപ്പൊ റിസൾട്ടിൽ എന്ന് പറയുന്നത്, എടാ അത് ഞാനല്ല ഉപയോഗിച്ച് വെച്ചത്, അമ്മയാണ്, എനിക്ക് നല്ല റിസൾട്ടാണ്, ഷുഗർ എല്ലാം കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് നമ്മള് കുറെ കാലം കഴിയുമ്പോഴായിരിക്കും ചിലർക്ക് റിസൾട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത്. ഓക്കെ, ഏതായാലും അടുത്താൽ സംസാരിച്ചു പ്ലീസ്. ഗുഡ് മോർണിംഗ് സാർ. യെസ്, എന്റെ പേര് അമ്പിളി, കോട്ടയ്ക്കലാണ് വീട്. ഞാൻ ഈ ഒരു ബയോമാഗ്നറ്റ് ഉൽപ്പന്നം, ബയോട്ടോറിൻ കമ്പനി ഉൽപ്പന്നം ഏകദേശം 3 വർഷമായി യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഷുഗറിന്റെ സ്റ്റാർട്ടിങ്ങിനാണ് ഉപയോഗിച്ച ഷുഗറിനല്ല, കൈതരിപ്പിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. 7 വർഷം മരുന്ന് കുടിച്ച ആളായിരുന്നു. അതിന്റെ ഈ ഒരു സമയത്താണ് ഈ ബയോട്ടോറിൻ കമ്പനീന്റെ പ്രൊഡക്റ്റ് എന്റെ കയ്യില് കോഴിക്കോടുള്ള പ്രീതി മാഡം, അതുപോലെ ഷാജി സാറും എന്റെ കയ്യിൽ എത്തിച്ച്, മഞ്ജു മാഡം ഉണ്ടായിരുന്നു അവരുടെ കൂടെ. ഞാൻ ഈ പ്രൊഡക്റ്റ് കണ്ടപ്പോ തന്നെ എല്ലാരും പറയുന്നത് പോലെ തന്നെ എങ്ങനെ ഇത് മാറുക എന്നുള്ളത്, ഇതിൽ കിടന്നാൽ എങ്ങനെ അസുഖം മാറുക എന്നുള്ളത് സംശയം ഉണ്ടായിരുന്നു. എന്തായാലും അവരെനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. എനിക്ക് 37 വയസ്സാണ്. ഈ ഒരു സമയത്ത് ഡയബറ്റിക് പ്രോബ്ലം കൂടി ഉള്ള സാഹചര്യത്തിലായിരുന്നു. വലിയൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി കൃത്യമായിട്ട് യൂസ് ചെയ്തത് കൈതരിപ്പിന് വേണ്ടിയിട്ടായാലും നമ്മുടെ ഷുഗർ ബാലൻസ് ആയി കിട്ടിയെന്നാണ് എന്റെ ഏറ്റവും കൂടുതലുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പ്രായത്തിൽ മെഡിസിൻ കഴിച്ച് തുടങ്ങുക എന്ന് പറയുമ്പോഴേ പിന്നെ നമുക്ക് രോഗിയാവും. പക്ഷെ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഷുഗർ 93 എന്ന അളവിലെത്തി. 180 ആയിരുന്നു ഫാസ്റ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. അതിന് ശേഷം എനിക്ക് കൈതരിപ്പ് 3 മാസം കൃത്യമായിട്ട് തന്നെ നമ്മുടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച ശേഷം കൈതരിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ഒരു 3 വർഷമായിട്ട് ഒരു ഹോസ്പിറ്റലും വിസിറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം എന്റെ പഴയ ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുക അത് അമ്മയാണോ എന്നാണ് ചോദിക്കുന്നത്. കാരണം അത്രയും റിസൾട്ട് കിട്ടി എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട്. ഫാമിലിയിൽ എല്ലാവർക്കും റിസൾട്ട് കിട്ടി, ഹസ്ബൻഡിന്, അതുപോലെ എന്റെ മോന് 12 വയസ്സുള്ളൂ. മോനും അതുപോലെ നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യുമ്പോഴും മറ്റുള്ള കാര്യത്തിനൊക്കെ സ്കൂളിലേക്കൊക്കെ നമ്മുടെ മാഗ്നറ്റൈസ് വാട്ടറും റിസ്റ്റ് ബാൻഡ് ഒക്കെ ധരിപ്പിക്കുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരുപാട് വ്യക്തികളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ സെല്ലാക്കുന്നുണ്ട്. പരമാവധി ഇനിയും എന്നാൽ കഴിയുന്ന ഒരുപാട് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ സജ്ജമായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, സൂപ്പർ. നല്ലൊരു എക്സ്പീരിയൻസ്. കാരണം ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഡയബറ്റിക് ആവാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതിനെ ഓവർകം ചെയ്യാൻ പറ്റിയല്ലോ, സന്തോഷം. അടുത്ത സംസാരിച്ചു. ഗുഡ് മോർണിംഗ്. പറയൂ. എന്റെ പേര് ഡിൽജ, എന്റെ സ്ഥലം ചേലേമ്പ്ര. ഞാന് ഷാജി സാറെ, ഗിരീഷ് ബാബു സാറെ ടീമിൽ നിന്നും ആണ് സാറേ വരുന്നത്. എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ ഇവിടെ പങ്കുവെക്കാം. ഒരുപാട് പ്രാവശ്യം പങ്കുവെച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഇപ്പൊ അടുത്ത് കിട്ടിയ ഒരു റിസൾട്ട് കുറിച്ച് ഞാൻ പറയാം. ഞങ്ങള് വർക്കിന് പോകുന്ന സമയത്ത്, ഇപ്പൊ മഴക്കാലൊക്കെ ആണല്ലോ, അപ്പൊ ചെറുതായിട്ടൊന്ന് കാല് വഴുതി വീണു പോയി.
ഈ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. പൂരെ കുത്തിയിട്ട് നന്നായിട്ടൊന്ന് വീണു. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് എഴുന്നേൽക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഒരാളുടെ പരസഹായത്തിന്റെ മുകളിൽ ഞാൻ കൈപിടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചു. അപ്പൊ എനിക്ക് നടക്കാനൊന്നും നന്നായിട്ട് പറ്റിയിരുന്നില്ല. അപ്പൊ ഞാൻ അവിടെ ചെയറുണ്ടായിരുന്നു, ചെയറിൽ ഇരുന്നു. കുറച്ച് സമയം അവിടെ ഇരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ എപ്പോഴും, എൻ്റെ കയ്യിൽ എപ്പോഴും പിന്നെ വാട്ടർ എനർജി പാഡ് ചുറ്റിയ വെള്ളം എൻ്റെ കയ്യിലുണ്ടാവും. അപ്പൊ ആ വെള്ളം കുടിച്ചു. കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം ആ വാട്ടർ എനർജി പാഡ് എടുത്തിട്ട് എൻ്റെ പൂരയ്ക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അവിടെ ഇരുന്നു. കുറെ സമയം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. എങ്ങനെങ്കിലും തിരിഞ്ഞു മറിഞ്ഞൊക്കെ എഴുന്നേറ്റു. പതിയെ അവിടെ നിന്നു. അപ്പൊ എന്നെ കണ്ട വ്യക്തികളൊക്കെ പറഞ്ഞു, നിങ്ങള് എങ്ങനെയാണ് അവിടുന്ന് ഇങ്ങോട്ട് വന്നത്? വണ്ടി സ്വന്തം വണ്ടിക്ക് വന്നതാണോ എന്ന് വെച്ചല്ല, ഞങ്ങൾ ബസ്സിലാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ നിങ്ങൾ എന്നാല് ഒരു ഓട്ടോ വിളിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഓട്ടോ വിളിക്കാനൊന്നും ഞാൻ നിന്നില്ല. പക്ഷെ എന്തായാലും ഈ ഒരു ബലത്തിന്റെ മുകളില് നടന്നു ബസ് സ്റ്റാൻഡിലെത്തി, ബസ് കയറി, വീട്ടിലെത്തി. വീട്ടില് വന്നു നന്നായിട്ടൊന്ന് മേലൊക്കെ ഒന്ന് ചുടുവെള്ളം കൊണ്ട് കഴുകി. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തിരിയാനോ മറിയാനോ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു. ഞാന് വീട്ടില് വന്നു. ആ മാട്രസിൽ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് കിടന്ന് നിവർന്നങ്ങോട്ട് കിടന്നു. പിറ്റേ ദിവസം ഞാൻ എഴുന്നേൽക്കില്ലാന്ന് വിചാരിച്ചൊരു വ്യക്തിയായിരുന്നു. എന്താ അറിയില്ല, കറക്റ്റ് 4 മണിക്കാണ് ഞാൻ ഡെയിലി എണീക്കാറുള്ളത്. ആ കറക്റ്റ് 4 മണിക്ക് തന്നെ നല്ല സൂപ്പറായിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു റിസൾട്ട്. ഞാൻ എഴുന്നേൽക്കില്ല എന്ന് വിചാരിച്ച വ്യക്തി അന്ന് ഒരു കുഴപ്പമില്ല, അങ്ങനെ ഒരു വികിച്ച വീണതായ ഒരു പ്രശ്നം എനിക്കില്ലാതെ എണീക്കാൻ പറ്റി. നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് അത്രയും നല്ല റിസൾട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു റിസൾട്ട് പങ്കുവെക്കാതിരിക്കാൻ വയ്യ. വേറെയുള്ള ആളുകളെ കാണുന്നുണ്ടെങ്കിൽ എക്സ്റേ, ECG എന്തെല്ലാം പ്രശ്നങ്ങൾ ചെയ്യും. നമുക്ക് ഈ ഒരു ബലം, ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആ ഒരു മനസ്സിൽ നമുക്ക് കൊടുത്തതുകൊണ്ടും ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു മനസ്സ് ഉറപ്പിച്ച് ഇതിൽ നിന്ന് എനിക്ക് മാറ്റം ഉണ്ടാവും എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തത് കൊണ്ടും അതിലൊരു മനസ്സ് ഉറപ്പിച്ചത് കൊണ്ടും തന്നെ ആയിരിക്കാം എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളതെന്നാണ് ഞാനിവിടെ നിങ്ങളിൽ പങ്കുവെക്കുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് കേട്ടോ, വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇത് ആർക്കും അത്രയും ധൈര്യം കാണില്ല. എല്ലാവരും ഭയചൈതരായിട്ട് ഇതിനൊരു അപകടത്തിൽപ്പെട്ടാൽ നേരെ ഹോസ്പിറ്റലിൽ പോകാനേ നോക്കുള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിലുള്ള സാധനം ഉപയോഗിക്കണമെന്നുള്ള ആ ഒരു വിശ്വാസം വന്നതിന്റെ പിൻബലത്തിലാണ് നിങ്ങൾ അത് ചെയ്തത്. വളരെ നല്ല റിസൾട്ട്. താങ്ക് യു. സാറിന്റെ ഫോൺ സുരേന്ദ്രൻ സാറോ പറയൂ, സംസാരിക്കൂ. ആരാണെന്ന് വെച്ചാൽ സംസാരിച്ചോളൂ സാർ, പ്ലീസ്. ആൻഡ്രസ് ചെയ്താൽ സംസാരിച്ചോളൂ. സാറേ, ഞാനുണ്ട്. എന്റെ പേര് ജയ ഗോപാലകൃഷ്ണൻ. ഞാൻ ശ്രീമൂലനഗരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 വർഷം കഴിഞ്ഞു. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ നല്ല റിസൾട്ടുകൾ കിട്ടി. പിന്നെ മോർ പവർ കഴിച്ചതിന് ശേഷം ഫംഗൽ ഇൻഫെക്ഷൻ, അത് വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചതാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ട് എനിക്ക് മാറി. പിന്നെ ഞാൻ എന്റെ അനുജത്തിക്ക് കൊടുത്തു. 14 വർഷമായിട്ട് തൈറോയിഡിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 150 ടാബ്ലറ്റാ കഴിച്ചുകൊണ്ടിരുന്നത്. അത് പരിപൂർണമായിട്ട്, സർജറി വേണമെന്ന് പറഞ്ഞതാ, പരിപൂർണമായിട്ട് അത് നോർമൽ സ്റ്റേജിലേക്ക് വന്നു. അങ്ങനെ ഒരു നല്ലൊരു റിസൾട്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാണ്. എല്ലാവരുടെയും കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഒട്ടനവധി പേർക്ക് കൊടുത്ത ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട്. സമയപരിമിതി കാരണം ഞാൻ ചുരുക്കുന്നു. താങ്ക് യു സാർ. ഈ ഓഡിറ്റോറിയം എന്നും നന്ദി പറയുന്നു. അതേപോലെ സാഗർ ജോഷി സാറിന് അതിലേറെ നന്ദി പറയുന്നു. നമ്മൾ ഇങ്ങനെയും മരുന്നുകൾക്ക് അഡീഷണൽ ആയി നിൽക്കുന്ന ഒട്ടനവധി കുടുംബങ്ങൾക്ക് ആശ്വാസമേകുവാൻ ഈ പ്രോഡക്റ്റ് വളരെ ഫലപ്രദമാണ്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മളുടെ ഒരു കടമ കൂടിയാണെന്ന് ഞാൻ ഈ സമയം അറിയിക്കുന്നു. ഓക്കെ സാർ. വെരി ഗുഡ്. വളരെ വാല്യൂബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ഒരാൾ കൂടി സംസാരിക്കാനുള്ള സമയമുണ്ട്, പ്ലീസ്. നമസ്കാരം. പറയൂ സർ. എന്റെ പേര് എൽദോസ് എന്നാണ്. എറണാകുളം പെരുമ്പാവൂരാണ് സ്ഥലം. ഒരു 2.25 വർഷമായി ഞാൻ
ഇത് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ വൈഫിന് വേണ്ടിയിട്ടാണ് മേടിച്ചത്. വൈഫിന് സിവിയർ ആയിട്ടുള്ള ഒരു തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ രാജഗിരിയിൽ പറഞ്ഞതാ. പക്ഷെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് മേടിച്ചു, റിസ്റ്റ് ബാൻഡ് കഴുത്തിൽ കെട്ടി, ഒരു 12 മണിക്കൂർ കൊണ്ട് വേദന നിന്നു. ശേഷം ഒരാഴ്ച കൃത്യമായിട്ട് ഉപയോഗിച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നുകൂടി ഒരു 1.5 മാസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്യാം. അങ്ങനെ 1.5 മാസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ട വന്നിട്ടില്ല. ഇപ്പോ എല്ലാ വർഷവും ചെക്കപ്പ് ഉണ്ട്. ആദ്യം ഒരു 6 മാസം കൂടുമ്പോ ചെക്കപ്പ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 2.25 വർഷമായി, ഇതുവരെ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, മരുന്നുമില്ല. ഇത് കൂടാതെ വൈഫിന് ഒരു 16 വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർമാർ പറഞ്ഞ ഒന്നില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക, അല്ലെങ്കിൽ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, 5 മിനിറ്റ് പണിയെടുക്കുക. അപ്പൊ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, ഞാൻ റെസ്റ്റ് എടുത്തോളാം, പണിയെടുത്തോളാം. ഇപ്പോ ഈ ഒരു റീസെന്റ് ഒരു 2 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ നടുവേദന മാറിയത് അറിഞ്ഞില്ല. അതാണ് സത്യം. ഇപ്പൊ നടുവേദന ഇല്ല, തൈറോയിഡ് ഇല്ല. അങ്ങനെ നന്നായി പോകുന്നു സാറേ, അടിപൊളി. വളരെ നല്ല എക്സ്പീരിയൻസ് സാറേ. നമ്മൾ ഇതാണ് ചില ആളുകൾക്ക് ഇതിനൊരു റിസൾട്ടും ഇല്ല എന്ന് പറയും. കാരണം എന്താന്ന് വെച്ചാല് അവരുടെ തൽക്കാലം ഉണ്ടായ അസുഖം മാറിയിട്ടുണ്ടാവും, അവർ പോലും അറിഞ്ഞു കാണിയത്. അപ്പൊ അവരുടെ വിചാരം അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെന്നപ്പോ ചേർത്തലയില് ഒരു വീട്ടിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഈ സാറ് അതിൽ മാഗ്നറ്റില്ലെന്ന് ഒരാണ് ആദ്യമായിട്ട് കാലിലെ എന്താ പറയാ വെരിക്കോസ് വെയിൻ മാറി ആ മുറിഞ്ഞ കാലം വെച്ച് ചെമ്പഴന്തി വരെ പോയി വന്ന ആള്, മനസ്സിലായോ? അപ്പൊ അവര് റിസൾട്ട് ഇല്ലെന്ന് പറഞ്ഞു. ഇന്നലെ അവിടെ ചെന്നത് ഗുണമായി. അവരുടെ ആദ്യം ഇവരെ പരിചയപ്പെടുത്തിയപ്പോ അവരുടെ മോൻ വേറെ താമസിക്കുകയാണ്, അദ്ദേഹത്തിന് ഇത് പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഗുണങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പക്ഷെ അദ്ദേഹം ഒരു ഡ്രൈവറാണ്, അദ്ദേഹം ഇത് ഉപയോഗിച്ചില്ല. വിനിമയം എന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ വെച്ച് സ്ട്രോക്കല്ല, അറ്റാക്കിന്റെ ഒരു ലക്ഷണം ഉണ്ടായി. അവിടെ തന്നെ താൽക്കാലികമായ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഇന്നലെ ഇതൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഇതുകൊണ്ട് കൊടുക്കണം. ഞാൻ മനോജ് സാറിനാണ് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുള്ളത് തീർന്നു പോയി, കയറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മനോജ് സാറിന്റെ അടുത്ത് ചോദിച്ചിട്ടാണുള്ളത്. ഏതായാലും അങ്ങനെയുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടും. നമ്മൾ അവർക്കുണ്ടായ റിസൾട്ട് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല അവർക്ക്. അങ്ങനെയുള്ള ചില ആളുകളുണ്ടാവും. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് സാർ. കൂടാതെ നമ്മളൊരു ഈ ആയുർവേദം, അലോപ്പതി 16 വർഷം നമ്മൾ ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി എല്ലാം ട്രീറ്റ്മെന്റ് നടത്തിയതാ, എന്നിട്ട് മാറാത്ത സാധനമായിരുന്നു നടുവേദന. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. സാർ, എന്റെ പേര് സഫിയ അബ്ബാസ്, മൂവാറ്റുപുഴയാണ് സ്വദേശം. ഞങ്ങള് ഈ ബയോട്ടോറിയം എന്ന കൺസെപ്റ്റ് ഫാമിലി സപ്പോർട്ടോടുകൂടി നല്ല രീതിയിൽ വർക്കെടുത്ത് മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്ക് 1 വർഷം മുമ്പ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച ഉമ്മയ്ക്ക് കിട്ടിയ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് ജോയിൻ ചെയ്തതും ഈ പ്രോഡക്റ്റിന് നല്ല റിസൾട്ട് ഉണ്ടായി. ആ റിസൾട്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ഇന്നിപ്പോ അടുത്ത ദിവസം, ഈ കഴിഞ്ഞ ദിവസം ഒരു പുതിയ റിസൾട്ട് അനുഭവം ഉണ്ടായി. കാരണം എന്റെ ഹസ്ബൻഡ് ഈ ബയോട്ടോറിയം എന്ന കൺസെപ്റ്റ് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഞങ്ങള് അതായത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പം സാറ് എപ്പോഴും നമ്മുടെ സൂം, ഞങ്ങൾക്ക് നല്ലൊരു ടീമുണ്ട് മൂവാറ്റുപുഴയില്. അപ്പൊ സാറ് നമുക്ക് സൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സൂമിൽ സംസാരിക്കുകയും ടോപ്പിക്ക് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ സാറിന് തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, മുരട് അനക്കും പോലത്തെ ഒരു സൗണ്ട്, സംസാരിക്കുന്നതിനിടയിൽ ഒരു ശബ്ദം പുറപ്പെടുവിക്കും. അപ്പൊ എനിക്ക് ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ വെറുതെ പറഞ്ഞു, ഇത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം, ഈ ബെൽറ്റ് എടുത്ത് കഴുത്തേലൊന്ന് കെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ദിവസം കെട്ടി. അത്ഭുതം എന്ന് പറയട്ടെ, ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഭയങ്കര റിസൾട്ട് ഉണ്ട്. അത് ഞങ്ങൾക്ക് വളരെ ഒരു അനുഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഇത്രയും വലിയൊരു പ്രോഡക്റ്റ് ഉണ്ട്, നമ്മളത് വൈകിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു റിസൾട്ട് ഞങ്ങളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. അപ്പൊ എന്ത് തന്നെയായാലും നമ്മുടെ പ്രോഡക്റ്റ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അതുപോലെ നമ്മുടെ കൺസെപ്റ്റും നല്ല കൺസെപ്റ്റാണ്. ഏതൊരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്, എല്ലാവരും എത്തിപ്പെട്ടിരിക്കുന്നത്. നല്ലൊരു ട്രാക്കിലാണ് നമ്മളെല്ലാവരും എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും പ്രോഡക്റ്റിന്റെ റിസൾട്ട് ഏത് കുടിലും കൊട്ടാരത്തിലും നമുക്ക് പറയാം. ഇത് ആത്മാർത്ഥമായിട്ട് ശംഖ് പറിച്ച് കാണിച്ചുകൊണ്ട് നമുക്ക് പറയാം, ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ റിസൾട്ടിന്റെ വാല്യുബിൾ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ കൺസെപ്റ്റായിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട്
സഹകരിച്ച് മുന്നോട്ട് പോകും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭോദയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സർ. സൂപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഓക്കെ, വളരെ നന്ദി. ഇതേപോലെ വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ എല്ലാവരും പറയുക കേട്ടോ. അവരത് ഏറ്റെടുത്ത് കുടുംബത്തോട് ചെയ്യുകയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഗോപ്യത്തോട് കൂടി വെക്കുകയല്ല ചെയ്യേണ്ടത്, വളരെ എക്സ്പ്ലോസീവ് ആയിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് കൺക്ലൂഷൻ പാർട്ടിലേക്ക് പോവാം അല്ലെ. ഏതായാലും ഈ അതിന്റെ അത്യുന്നതങ്ങളിലേക്കുള്ള ആ ജൈത്യയാത്രയിൽ നിരവധി പ്രതിരോധങ്ങളും നിരവധി നാഴികക്കല്ലുകളും താണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഹിമസാഗർ എക്സ്പ്രസ് ആണ്. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ്. കന്യാകുമാരി മുതൽ അങ്ങ് ശ്രീനഗർ വരെ പോകുന്ന ഒരു റെയിൽ യാത്രയായിട്ട് നമ്മൾ ഇതിനെ കാണുക. അതിൽ പല ആളുകളും കയറി ഇറങ്ങി പോകും. പക്ഷെ ഡ്രൈവർക്ക് ഇറങ്ങാൻ പറ്റുമോ? ഡ്രൈവർ ആയിട്ടുള്ള ആളാരാണ്? അദ്ദേഹത്തിന് ഇത് അവിടെ എത്തിച്ചേ മതിയാവുള്ളൂ. സക്സസിന്റെ പരകോടിയിലേക്ക് അതിൽ കയറുന്ന എല്ലാ യാത്രക്കാരെയും എത്തിച്ചേ മതിയാവും. അതിന് യാത്രക്കാര് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഈ AC 3 ടയറിൽ എത്താനുള്ള സാധ്യതയോടെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ കുറച്ചു ദൂരം സഞ്ചരിക്കുന്നത് ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരിക്കും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? റിസർവേഷൻ കമ്പാർട്ട്മെന്റിലേക്ക് പോവുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? AC 3 ടയറിലേക്കും സൂപ്പർ കോച്ചിലേക്കും നമ്മൾ പോയിട്ട് യാത്ര ചെയ്ത് ആ ഡ്രൈവറുടെ ഒപ്പം വിജയത്തിന്റെ വെന്തിക്കൊടി പാറിക്കാൻ നമ്മൾ എല്ലാവരും ഉണ്ടാകണം. കാശുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? കാശുകാരെന്ന് വിളിക്കും അല്ലെ. ലക്ഷങ്ങൾ ഉള്ളവനെ പണക്കാരെന്നാണ് വിളിക്കുന്നത്. ലക്ഷങ്ങൾ നേടിയവനെ ലക്ഷാധിപതി എന്ന് വിളിക്കും. കോടികൾ നേടിയവന് ഈശ്വര പദവിയാണ് അവന് കൊടുത്തിരിക്കുന്നത്. അത് കോടീശ്വരനായിട്ടുള്ള നമ്മുടെ എന്നും നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന കപ്പാസിറ്റി ഉള്ള നമ്മുടെ മോട്ടിവേറ്റർ ആയിട്ടുള്ള നമ്മുടെ മെന്റർ ആയിട്ടുള്ള മനോജ് സാറിന് ഈ പ്രോഗ്രാം കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ